ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ വലിയ വലിയ ഉന്നതമായ സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷെ ക്ഷമിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം. പുരുഷന്മാരും ഭർത്താക്കന്മാരും ക്ഷമിക്കേണ്ടി വരും. ചിലപ്പോൾ ഭാര്യമാരും ക്ഷമിക്കേണ്ടി വരും. ചില ദാമ്പത്യത്തിൽ ഭർത്താക്കന്മാർ വളരെ മോശപ്പെട്ട സ്വഭാവമായിരിക്കും, വളരെ മോശം. ആ സമയത്ത് അവിടേക്ക് ഭാര്യ, എനിക്ക് അല്ലാഹുത്താല നൽകിയ ഭർത്താവ് എന്ന നിലക്ക് അവളെ ഭാഗമൊക്കെ ക്ലിയറാക്കി ക്ഷമിച്ച് ജീവിച്ചാൽ എത്ര പുണ്യം അറിയും. അതേപോലെ ഭാര്യമാരും വളരെ മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ടാവും. അവിടെയും അല്ലാഹു തആല എനിക്ക് നൽകിയ ഭാര്യ എന്ന് വിചാരിച്ച് ക്ഷമിച്ച് ജീവിച്ചാൽ വലിയ പുണ്യമാണ്. ഒരു പുണ്യവചനത്തിലുണ്ട്, മൻ സ്വബറ അലാ സൂഇ ഖുലിഖി ഇംറാതിഹി, വല്ലവനും തൻ്റെ ഇണയുടെ ഭാര്യയുടെ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ മേൽ ക്ഷമിച്ചാൽ അഅ്താഹുല്ലാഹു തആല, ആ ഭർത്താവിന് അല്ലാഹു നൽകും, മിനൽ അജ്രി, കൂലിയിൽ നിന്ന് എത്ര, മിസ്ല മാ അഅ്താ അയ്യൂബ് അലൈഹിസ്സലാം അലാ ബലാഇഹി. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത ബലാ നൽകിയിരുന്നു. ആ ബലായിൻ്റെ മേൽ പൊറുതികേടില്ലാതെ മഹാൻ ക്ഷമിച്ചപ്പോൾ വലിയ സ്ഥാനം നൽകി. അതേപോലത്തെ സ്ഥാനം ഈ കീറാമുട്ടി ഭാര്യയുടെ മേൽ ക്ഷമിച്ചാൽ ഞമ്മക്ക് കിട്ടും. എപ്പോഴും തോറ്റുകൊടുക്കുന്ന ഭർത്താവാവണം. കഴിയണം, നൈപുണ്യം കിട്ടും. ഇതേപോലെ പെണ്ണിനുണ്ടേ, വമൻ സ്വബറത്ത് അലാ സൂഇ ഖുലിഖി സൗജിഹാ. നമ്മളൊക്കെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ചില ആളുകളെല്ലാം മനസ്സിലാക്കിയത്, നമ്മളെ ചെണ്ടയാണ് പെണ്ണ്. ഒരിക്കലുമല്ല. എല്ലാം കൂടി ചെയ്തു കൊടുക്കണം. അങ്ങനെ പരാക്രമികളായ ഭർത്താക്കന്മാരാണ്, ആക്രമിക്കുന്ന ഭർത്താക്കന്മാരാണ്. ആ അക്രമത്തിൻ്റെ മേലിലും അവൻ്റെ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ മേലിലുമെല്ലാം ഒരു പെണ്ണ് ക്ഷമിച്ചാൽ അഅ്താഹല്ലാഹു സവാബ ആസിയത്തമ്രാത്തി ഫിർഔൻ, ഫറോവയുടെ ഭാര്യ മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രതിഫലം. മഹദി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അത് ഫറോവ അറിഞ്ഞപ്പോൾ എത്രമാത്രമാണ് മഹദിയെ നിഷ്ഠൂരമായി വധിച്ചത്. 4 ആണികൾ കൊണ്ടുവന്ന് മഹദിയെ വെയിലത്ത് കിടത്തി, കയ്യിലും 2 കയ്യിലും 2 കാലിലും മലർത്തിക്കിടത്തി ആണി മേടുന്നു. വജഅല അലാ സ്വദ്രിഹാ ഹജറാ, തൻ്റെ നെഞ്ചത്ത് വലിയ കല്ല് കൊണ്ടുവച്ചു. അതിലൊക്കെ മഹദി ക്ഷമിച്ചു. ആ സമയത്തൊക്കെ ഒരിക്കലും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചില്ല. ആ സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് അവല്ലത്തുഹൽ മലായിക്കത്തു ബി അജ്നിഹതിഹാ, ചിറക് കൊണ്ട് നേരിട്ട് കൊടുത്തു. വ അറാഹല്ലാഹു മഖ്അദഹാ ഫിൽ ജന്ന,
അല്ലാഹു തആല മഹദിയുടെ സ്വർഗത്തിലുള്ള ഇടം കാണിച്ചു കൊടുത്തു. അപ്പോൾ അദാബൊക്കെ മഹദി മറന്നു. വല്ലഹിക്കത്ത് ചിരിച്ചു മഹദി. വഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന. റബ്ബേ, ഇതൊന്നും എനിക്കൊന്നും വിഷയമല്ല, എൻ്റെ അടുക്കൽ എനിക്ക് സുന്ദരമായ ഭവനം നൽകണേ എന്നതായിരുന്നു. ഇതേപോലെ പെണ്ണുങ്ങളെ, സഹോദരിമാരെ, ക്ഷമിച്ചോളൂ. അക്രമികളായ ഭർത്താക്കന്മാരെ കൂടെ ജീവിക്കുമ്പം നല്ലോണം ക്ഷമിച്ചോളൂ. ഈ ആസിയ ബീവിക്ക് അല്ലാഹു തആല കൊടുത്ത പ്രതിഫലം നിങ്ങൾക്കും തരും. കാനത്ത് സ്വാലിഹത്തൻ, അന്നത്തെ കാലത്ത് ഇങ്ങനെ കല്യാണം കഴിക്കാൻ അനുവദനീയമായിരുന്നു. മഹദി സ്വാലിഹത്ത ലം യളുറഹ കുഫ്റു ഫിർഔന. ഫറോവയുടെ കുഫർ മഹദിയെ പ്രശ്നാക്കിയിട്ടില്ല. ഫകദാലിക മൻ കാന മുതീഅ ലാ യളുറുഹു ശർറു ഗൈരിഹി. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾ ചെറും ഫലിക്കൂല. അതുകൊണ്ട് ദാമ്പത്യത്തിൽ പരസ്പരം നല്ല ക്ഷമയോടുകൂടെ എന്ത് പരാക്രമങ്ങൾ ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് ജീവിച്ചാൽ വലിയ പ്രതിഫലമാണ്. അല്ലാഹു തആല നമുക്ക് ആ പ്രതിഫലം നൽകട്ടെ. ക്ഷമ എന്ന ഈമാനിൻ്റെ പകുതിയായ ആ ഒരു ഹുലുക്ക്, ആ ഒരു സ്വഭാവം, ആ ഒരു മാനസിക അവസ്ഥ അള്ളാഹു ഞമ്മക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വലല്ലാഹു